ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല മൊരിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുറുക്കുണ്ടാക്കാൻ തേനി നോക്കാം. അമ്മമാർക്കൊക്കെ ആയിരുന്നാലും അധികം പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു കഴിയുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡി. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയെടുത്തേക്കണ ഉരുളക്കിഴങ്ങ് വേണം. ഞാനിവിടെ ഇതേപോലത്തെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ മൈദപ്പൊടിയും വേണം. ഞാനിവിടെ ക്രഷ് ചെയ്തേക്കണം മുളക് എടുത്തിട്ടുണ്ട്. ഇതും കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ നനവ് കൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ അധികം ചൂടാറുന്നതിന് മുമ്പ് ഇതേപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് കളയുമ്പോഴായിരുന്നാലും ചെറിയ ചൂടോട് കൂടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം. ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പം ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതിനങ്ങനെ കറക്റ്റായിട്ട് ഇത്രയ്ക്ക് മൈദപ്പൊടി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇത് ഏകദേശം ഞാനിപ്പോൾ ഒരു അളവിലാണ് എടുത്തേക്കുന്നത്. 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സേവനാഴിയിൽ ഇട്ടിട്ടൊന്ന് തിരിപ്പിച്ചിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർത്തിട്ട് കൊടുക്കണം. പിന്നെ മൈദപ്പൊടി ഒരുപാട് ചേർക്കുകയും വേണ്ട. ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണം മുളക് ചേർക്കുക. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. കാരണം മൈദപ്പൊടി ചേർക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കണ ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലോ കുറവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഇത് കുഴച്ചിട്ട് എടുക്കുകയും വേണം. ഇതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് കൈമ ഒട്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കൈമ ഒന്ന് തൂത്ത് കൊടുക്കുകയും ചെയ്യുക. ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് കൈമ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ സെപ്പറേറ്റ് ഗരം മസാല അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കണില്ല. ഇപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കണേനും കുഴപ്പമില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഈ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം. എന്നിട്ട് പിന്നെ കുറേ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നല്ലതായിട്ട് വരില്ല. ഞാനിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നുമില്ല, ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടാവും. കാരണം നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഓയിൽ. ഉരുളക്കിഴങ്ങ് ഒട്ടും തരിയില്ലാണ്ട് കുഴച്ചിട്ട് എടുക്കണം. ഇത് ഇതേപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സേവനാഴിയിൽ ഇട്ടിട്ടൊന്ന് തിരിപ്പിച്ച് നോക്കാം. സേവനാഴി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇതേപോലെ നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കണില്ലേ, അങ്ങനത്തെ അച്ചാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതേപോലെ സേവനാഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ തിരിപ്പിക്കാവുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് വരണുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിരി ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല സ്മൂത്തായിട്ട് തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേക്ക് ഈ മിക്സ് ചേർത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
കാരണം ഒരുപാട് മൈദപ്പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഒറ്റ അടിക്കാൻ ഒരുപാട് മൈദപ്പൊടി ചേർക്കണ്ട. അപ്പം നമുക്കൊന്ന് തിരിപ്പിച്ച് നോക്കാം. ഇത് തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് ഉണ്ടാക്കുക, ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുക. ഒരുപാട് വലുതായിട്ട് ഉണ്ടാക്കണ്ട, അപ്പോൾ നമുക്കത് ഓയിലിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. ഇതിൻ്റെ എൻഡ് വരുമ്പോൾ ഇതേപോലെ ഒന്ന് മുട്ടിച്ചു കൊടുക്കുക. ഇതെല്ലാവരും ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 12 എണ്ണമാണ് എനിക്ക് ഇതേപോലെ പരത്തിയിട്ട് കിട്ടിയത്. ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നും ഇട്ടിട്ട് വറുത്തിട്ട് എടുക്കുക. ഇതിങ്ങനെ നേരത്തെ നമ്മൾ പരത്തിയിട്ട് വെക്കുമ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്തിട്ടിടുക. ഇതൊരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം മറ്റേ സൈഡ് തിരിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. തീ കുറച്ച് വെക്കണ്ട, തീ നന്നായിട്ട് കൂട്ടി തന്നെ വെക്കാം. ഈ സൈഡ് ഇവിടെ നന്നായിട്ടൊന്ന് മുട്ടിച്ച് വെച്ചോ. ഇതിപ്പോൾ ഒരെണ്ണം കണ്ട സൈഡിൽ നിന്ന് പതുക്കെ കിട്ടുമെന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, പക്ഷെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗിക്ക് സൈഡ് ഒന്ന് ചേർത്ത് വെക്കണം. ഇപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്, ഇനി മറ്റേ സൈഡും തിരിച്ചിടാം. ഇതേപോലെ തന്നെ മുരിഞ്ഞായിട്ട് മാത്രം തിരിച്ചിട്ടാൽ മതി. തീ എപ്പോഴും നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇത് 2 സൈഡും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വറുത്തിടുക. നമ്മുടെ ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. ഇത് ഒന്നല്ലെങ്കിൽ വെറുതെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് കൂട്ടിയിട്ട്, കുട്ടികൾക്കൊക്കെ കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് തന്നെ ഇതിങ്ങനെ ഷേപ്പാക്കിയിട്ട് വെക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഓയിലിലേക്ക് എടുത്തിടുമ്പോൾ നമ്മുടെ കൈമേങ്ങാനും ചിലപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ നമ്മുടെ വിരലിമയ്ക്ക് ചിലപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈമ കുറച്ച് ഈ വിരലുമ്മ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. പിന്നെ ഇത് നേരത്തെ കൂട്ടിയിട്ട് പരത്തിയിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ പരത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു വാഴയിലയുടെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ പരത്തി വയ്ക്കുക. എന്നിട്ട് ആ വാഴയില ആയിരുന്നാലും പ്ലാസ്റ്റിക് കവറായിരുന്നാലും ജസ്റ്റ് കൈമയ്ക്ക് ഒന്ന് കമത്തിയിട്ട് ഓയിലിലേക്ക് ഇട്ടാലും മതി. പക്ഷെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഈസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ മരങ്ങൾമ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഫുള്ള് ഇലകളൊക്കെ വരും. ഇവിടെ നല്ല വെയിലാ, പക്ഷെ അധികം ചൂടൊന്നും ആയിട്ടൊന്നുമില്ല, ചെറിയൊരു തണുപ്പുണ്ട്. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ തോട്ടാട്ടെ.
ഈ മരത്തമ്മയത്തെ ഈ പൂവാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് അതൊക്കെ പൂക്കൾ വരും, നിറച്ചും വരും. ഈ മരത്തമ്മയ്ക്ക് ഇലകൾ പുതിയതായിട്ട് വരുന്നതാണ്. ഗേറ്റിൻ്റെ പുറത്തും വലിയൊരു തോട്ടമുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, വണ്ടികളൊക്കെ പോകണം. ഇതുമൊരു പൂവുണ്ട് കേട്ടോ, ഇതിന് നല്ല മണം, നമ്മുടെ മുല്ലപ്പൂവിനേക്കാളും നല്ല മണമുണ്ട് ഇതിന്. ഇത് നമ്മുടെ മൺചട്ടി കേട്ടോ, ഇത് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു ചെടി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള പൂവുണ്ട്. ഈ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് കിളി വന്നിട്ട് ഇരിക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ 2 കൂടുണ്ട് ഇവിടെ, വേറൊരു കൂട്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും വരും കിളികൾ.